റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശരീരം മാ തശിഫു വയസിഫു ഹറാമുൻ. ശരീരം വരച്ചു കാണിക്കുന്ന ഡ്രസ്സ്, ടൈറ്റാക്കി ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ, ഷേപ്പാക്കാനൊക്കെ പെണ്ണുങ്ങൾ പറയും. അങ്ങനെ പച്ചയിൽ പുറത്ത് ശരീരത്തിന്റെ ആ വഴക്കം കാണുന്ന വസ്ത്രങ്ങൾ, വയസിഫു ശരീരത്തിന്റെ തൊലി നിറം കാണുന്ന വസ്ത്രങ്ങൾ ഹറാമുൻ. എന്റെ ഉമ്മത്തികൾക്ക് പെണ്ണുങ്ങൾക്ക് ഹറാമാണെന്ന്, ആണുങ്ങൾക്കും ഹറാമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ മറക്കേണ്ട ഭാഗം ശരിക്കും മറയുന്ന വസ്ത്രമാകണം, ടൈറ്റ് ഫിറ്റ് ആവരുത്. നമ്മളെ മലയാളിയായ ഒരു എഴുത്തുകാരി നമ്മുടെ നാട്ടിലിടയ്ക്ക് ഈ ലെഗിൻസ്, പെണ്ണുങ്ങൾ ധരിക്കുന്ന ലെഗിൻസ് ഒക്കെ വസ്ത്രമില്ലാത്തതിന് തുല്യമാണെന്ന് പറഞ്ഞു എന്നൊരു ന്യൂസ് അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല ചിന്തയാണ്. അല്ലാഹു തആല നേരത്തെ പറഞ്ഞു അത് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. കാസിയാത്തുൻ ആരിയാത്ത്. ലെഗിൻസ് ഒക്കെ ബനിയന്റെ ചെറിയ കോട്ട് കൊണ്ട് കാലിങ്ങട്ട് ഒറൈസിട്ട പോലെ അല്ലേ, ഒറൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമെന്നറിയില്ല. താഴേക്ക് വസ്ത്രമില്ലാത്തതിന് തുല്യമാണ്. ആ എഴുത്തുകാരി മുസ്ലിമത്തല്ല, പക്ഷെ അവര് പറഞ്ഞു ഇത് ന്യൂഡിറ്റിയാണ്. ഇങ്ങനെയൊക്കെ വസ്ത്രത്തെ നടന്നിട്ട് ഇവിടെ വ്യഭിചാരം നടന്നു എന്നോ റേപ്പുണ്ടായി എന്ന് പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പെണ്ണുങ്ങൾ ആണുങ്ങളെ അല്ലെങ്കിൽ പിശാചിനെ ഇടവരുത്തുന്ന രീതിയാണ്, പറ്റില്ല. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ വസ്ത്രം ധരിക്കുന്ന പെണ്ണുങ്ങളെ കണ്ടാൽ ഫൽഅനൂഹുന്ന, അവരെ നിങ്ങൾ ശപിച്ചേക്കണം. ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെടേണ്ടവരാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല വസ്ത്രം ധരിച്ച് ഫുൾ, ഒരു മുടി പോലും കാണുന്നില്ല, മുഖം മാത്രം മുൻകൈ, ഏതെങ്കിലും ഒരു അഭിപ്രായം സ്വീകരിച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ അവരിട്ട് ടീഷർട്ടാണ്, ടൈറ്റ് ജീൻസുമാണ്. എന്താണ് ഈ വസ്ത്രം? ഇത് ഇസ്ലാമിന്റെ വസ്ത്രമായോ? മുഖമൊക്കെ ശരിക്കും മക്കനെ മറച്ചിട്ടുണ്ട്, പക്ഷെ ടൈറ്റ് ജീൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ശരീരത്തിൽ ഒട്ടി നിൽക്കുന്ന വസ്ത്രം, ലെഗിൻ, ഒന്നും കാണാനില്ല. ഇതല്ല ശരീഅത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത്. ഇതൊക്കെ തോന്നിവാസമാണ്. മനുഷ്യന്മാരെ മൃഗങ്ങളാക്കി ജീവിക്കാനല്ല അള്ളാഹു പറഞ്ഞയച്ചത്. ഇങ്ങനെ കാണുമ്പോഴേക്കും വൈകാരികത തോന്നി തുടങ്ങിയ മനുഷ്യന് ബുദ്ധിപരമായി ചിന്തിക്കാൻ വല്ല സമയം ഉണ്ടാവുമോ? റോട്ടിലിറങ്ങിയ വ്യഭിചാരം, ഓഫീസിലെത്തിയാൽ വ്യഭിചാരം, കമ്പനിയിലെ വ്യഭിചാരം, റോട്ടിലെ വ്യഭിചാരം, ഷോപ്പിംഗ് മാളിലെ വ്യഭിചാരം. ഈ മനുഷ്യന്മാർക്ക് ഈ പെണ്ണുങ്ങളെ കുറിച്ച് ആലോചിക്കാനല്ലാതെ, ഹറാമിനെ പറ്റി ചിന്തിക്കാനല്ലാതെ മനുഷ്യന്റെ ഇന്റലക്ച്വൽ ഫാക്കൽറ്റി, മനുഷ്യന്റെ ബുദ്ധിപരമായ വളർച്ച എവിടെ ഉണ്ടാകും? യൂറോപ്പിനൊക്കെ സംഭവിക്കുന്നത് അതാണ്. പച്ചയായ മൃഗങ്ങളെ പോലെ ജീവിക്കാം. മൃഗങ്ങൾ പോലും അങ്ങനെയല്ല. ആ ഒരു ജീവിതം അല്ലാഹു അല്ല, നിങ്ങൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്, തലച്ചോറ് എന്ന് പറഞ്ഞയച്ച സൃഷ്ടികളാണ്. നിങ്ങൾ ഈ പരിപാടിക്കല്ല അല്ലാഹു നിങ്ങളോട് പറഞ്ഞയച്ചത്. നിനക്ക് കുടുംബമുണ്ട്, നീ ഭാര്യയെ സ്വീകരിച്ചോ, നിക്കാഹ് ചെയ്തിട്ട് നിന്റെ ലൈംഗികമായ ജീവിതം നീ അവരുമായി പങ്കുവെക്ക്. പക്ഷേ റോട്ടിലും നാട്ടിലുമല്ല ഇത് വേണ്ടത്. ഇവിടെ അച്ചടക്കമുള്ള സമാധാനം ലോകത്തിന് നൽകുന്ന അച്ചടക്കമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കാൻ വന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ വ്യഭിചാരത്തിന്റെ ചിന്തകളുള്ള ഒന്നും അള്ളാഹുവിന്റെ ശറഅ് അംഗീകരിക്കുന്നില്ല. അത് പിക്ചറാവാം, ഒരു പരസ്യ പലകയാകാം, എന്തുമാകാം. ഹറാമാണ് മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതൊക്കെ നന്നാൽ പിന്നെ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഒരു നിയമം മാറ്റേണ്ട ആവശ്യമില്ല. ഇതൊക്കെ മനുഷ്യന്മാർ ആലോചിച്ച് നടന്നാൽ വലിയ കുഴപ്പമുണ്ടാവും. എന്തൊരു നല്ല സമാധാനത്തിൽ ജീവിക്കാം. കുറെ തോന്നിവാസികൾക്ക് അവസരം നഷ്ടപ്പെടും. ശരി തന്നെയാണ്, തോന്നിവാസികൾക്ക് ഇത് പ്രശ്നമാണ്. ഇവിടെ തോന്നിവാസം നടന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ചില സെക്കുലർ വാദക്കാർ, അവർക്കത് പ്രശ്നമാണ്. ഹു കെയർ അബൌട്ട് ദം? ഇവിടെ മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റും. മനുഷ്യന് ഏറ്റവും നല്ല മഹിത മൂല്യങ്ങളിൽ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് അല്ലാഹുവിന്റെ നിയമം അവർ എത്രയും കൂടുതൽ അവരെ ചാരിത്രശുദ്ധി സൂക്ഷിക്കൽ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലത്. അല്ലാഹു തആല പറയുന്നു, വല്ലാഹു സമീഉൻ അലീം. നിങ്ങളുടെ വസ്ത്രം എന്ന് പറയുന്നത് ദീനാണ്. വസ്ത്രം എന്ന് പറയുന്നത് നിങ്ങളുടെ ദീനാണ്. നിങ്ങൾ എത്രത്തോളം അല്ലാഹുവിന് വിധേയരാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് നിങ്ങളുടെ വസ്ത്രവിധാനം. ചില പെണ്ണുങ്ങളൊക്കെ അമ്മാട്ടൊന്നുമില്ല അങ്ങനെ, അതായത് ഇതുപോലെ വസ്ത്രം ശരീരം മറക്കാതെ അങ്ങനെ നടക്കുക. ഒരു ബാഗ് ഉണ്ടാവും, ബാഗിൽ നിസ്കാര കുപ്പായം ഉണ്ടാവും. ഞാൻ നിസ്കരിക്കുന്നതാണ്, ഞാൻ നിസ്കരിക്കും, നിസ്കാര കുപ്പായന്റെ കയ്യിലുണ്ട്, ഇവിടെ ഉള്ള വസ്ത്രം.
ദീനാണ് വിളിച്ചറിയിക്കുന്നത്. നിന്റെ ദീൻ എത്രക്ക് കുറവാണെന്നാണ് നിന്റെ ശരീരത്തിലെ വസ്ത്രം കൊണ്ട് നീ വിളിച്ചറിയിക്കുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സ്വപ്ന ദർശനം ഉണ്ടാകുന്നു. സ്വപ്നം അവിടത്തേക്കുണ്ടാകുന്ന സ്വപ്നം വഹ്യാണ്, അള്ളാഹുവിന്റെ വിവരമാണ്, അള്ളാഹു നൽകുന്ന റെവലേഷനാണ്, അംബിയാഇന് നൽകുന്ന വിവരമാണ് സ്വപ്നം. സ്വപ്നം റിയാലിറ്റി അവരെ സംബന്ധിച്ചിടത്തോളം റിയലാണ്, അള്ളാഹു തആല നൽകുന്ന സന്ദേശമാണ്. ഞാനിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കെ എന്റെ ഉമ്മത്തികളിലെ ഒരുപാട് ആളുകളെ അല്ലാഹു തആല എന്റെ മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. കുറെ ആൾക്കാർ എന്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. ആര് പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്കെല്ലാം വസ്ത്രമുണ്ട്. ചില ആളുകൾക്ക് നെഞ്ചുവരെ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് അതിന്റെ താഴെ വസ്ത്രമുള്ളൂ, ചില ആളുകൾക്ക് കാൽമുട്ട്, ചില ആളുകൾക്ക് നെറ്റി വരെ, ചില ആളുകൾക്ക് കഴുത്ത് വരെ വസ്ത്രം ഇങ്ങനെ കുറഞ്ഞവർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് അല്ലാഹു കാണിച്ചു തന്നു. അവർക്കൊരു കമീസുണ്ട്, അതങ്ങ് നിലത്തേ കഴിഞ്ഞ് വലിച്ചു നീട്ടി പിടിച്ച് നടക്കുകയാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഖാലൂ, സ്വപ്നാണ്. വസ്ത്രം ധരിക്കുന്നത് എന്താണെന്നല്ല ഇവിടെ, വലിച്ചു നീട്ടിയതിന്റെ ഹുക്കുമല്ല ഇവിടെ പറയാൻ പോകുന്നത്. അങ്ങേക്കുണ്ടായ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണ് നബിയേ? സഹാബത്ത് ചോദിച്ചു. അവർക്ക് അല്ലാഹു നൽകുന്ന ദീനാണ് ഞാനാ കണ്ടത്. ഉമർ ഫാറൂഖ് തങ്ങൾക്കുണ്ടായ അത്രയും വലിയ നീളമുള്ള വസ്ത്രം, അത്രക്ക് ദീനുള്ള മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങളെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കണം അല്ലേ? ആ ഉമർ തങ്ങളെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഈ തീരുമാനം എടുത്തത് ആതിക ബിബി റളിയല്ലാഹു അൻഹയുടെ ബാക്കിൽ തോണ്ടിയത് എന്താ? ഈ ഹദീസൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ്. ദീൻ, ഏറ്റവും നല്ല ദീനുള്ള ആളാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയാ. എന്നിട്ട് ആ ചെയ്ത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? ഏറ്റവും വലിയ ദീൻ അതാണ് ആര് ചെയ്തത്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്.